നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. അഭിഷിക്തനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. 19 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിപ്പാൻ കഴിയുന്നു. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇവിടെ ഭക്തൻ 2 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ദൈവത്തെ താൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എൻ്റെ പാറയായ ദൈവം, 2 എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം. പാറ എന്ന് പറയുമ്പോൾ ഉറപ്പുള്ള അടിസ്ഥാനത്തെ കാണിക്കുന്നു. 2 എൻ്റെ വീണ്ടെടുപ്പുകാരനായ, എന്നെ വീണ്ടെടുത്ത, പാപത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന് ഒക്കെ എന്നെ വീണ്ടെടുത്ത എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം. താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണം എൻ്റെ ജീവിതമെന്ന് ഇവിടെ ദാവീദ് ആഗ്രഹിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്? എൻ്റെ വായിലെ വാക്കുകൾ. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകൾ പറയണമെന്നാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ വായിലെ വാക്കുകൾ, ദൈവമേ, നിനക്ക് പ്രസാദമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ ഹൃദയത്തിലെ ധ്യാനം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതും നമ്മൾ പുറത്തു പറയുന്നതുമെല്ലാം തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കണമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ട, ഒരുപക്ഷെ ദാവീദിനോട് ചേർന്ന് തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയേണ്ട ഒരു കാര്യം കൂടിയാണ്, ദൈവമേ, ഞാൻ പുറത്തോട്ട് പറയുന്ന വാക്കുകളും എൻ്റെ ഹൃദയത്തിലിരിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ അത് ഒന്നായിരിക്കണം. നാം പുറത്തു പറയുന്ന ഒരു വാക്കാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിന്തകളും ലക്ഷ്യങ്ങളുമാണെങ്കിൽ ഒരിക്കലും അത് ഒന്നിച്ചു പോകത്തില്ല, അത് വിജയത്തിലേക്ക് പോകത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവം തരുന്ന ആയുസ്, നമുക്ക് ദൈവം തരുന്ന നിമിഷങ്ങളൊക്കെ അത് ഓരോ മിനിറ്റുകൾ, മണിക്കൂറുകളാകട്ടെ, ആഴ്ചകളാകട്ടെ, മാസങ്ങളാകട്ടെ, നമുക്ക് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കുവാൻ, ദൈവത്തിന് സന്തോഷമുള്ളവാക്കുന്നതായിരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഈ നാളുകളിൽ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിന് ആ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതിന്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാൻ, ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അതിനായി നമ്മുടെ ലക്ഷ്യങ്ങളും പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമങ്ങളുമൊക്കെ ആ നിലയിലായിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും ഉപയോഗമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.